ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ബാസ് ടീച്ചറിലേക്ക് സ്വാഗതം. കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു കഞ്ഞി തയ്യാറാക്കാം. വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് എല്ലാവർക്കും ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. കർക്കിടക മാസത്തിൽ എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണം കഴിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് കർക്കിടക മാസത്തിൽ കഞ്ഞി കഴിക്കണം എന്ന് പറയുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കഞ്ഞിയാണിത്. ഇത് തയ്യാറാക്കാനായി അരക്കപ്പ് ഉണക്കലരി, 1/4 കപ്പ് ചെറുപയർ, 2 ടീസ്പൂൺ ഉലുവ, ഇതെല്ലാം കഴുകി കുറച്ച് വെള്ളമൊഴിച്ച് കുതിർക്കാൻ വെക്കണം. ഇത് രാത്രി കുതിർക്കാൻ വെച്ചാൽ രാവിലെ ഉണ്ടാക്കാം. ഒരു 4-5 മണിക്കൂർ കുതിർത്ത ശേഷം ഇത് ഉണ്ടാക്കാം. ഇനി ഇതെല്ലാം രാവിലെ കുക്കറിലേക്ക് അരിയും ചെറുപയറും കഴുകി ചേർത്ത് കൊടുക്കണം. ഉലുവ നമ്മൾ കുതിർത്ത് വെച്ചാൽ അതേ വെള്ളത്തിൽ തന്നെ ചേർത്ത് കൊടുക്കുക. ഈ ഉണക്കലരി വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. ഉണക്കലരിക്ക് പകരം പച്ചരിയോ ബസ്മതി റൈസോ അങ്ങനെ ഏതെങ്കിലും അരി എടുക്കാം. ചെറുപയർ രാത്രി വെള്ളത്തിലിട്ടത് രാവിലേക്ക് ചെറുതായ മുള വന്നിട്ടുണ്ട്. മുള വന്നിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകവും 1/2 ടീസ്പൂൺ മുഴുവൻ മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുഴുവൻ മല്ലി ഇല്ലെങ്കിൽ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. മല്ലിയും ജീരകവും ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട. 2 ഏലക്കായുടെ അരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 5.5 കപ്പ് വെള്ളം, അരി അളന്ന കപ്പിൽ തന്നെ 5.5 കപ്പ് വെള്ളം ചേർത്ത് അടച്ച് വെച്ച് 1 വിസിൽ വരുമ്പോൾ സിമ്മിലിട്ട് 3-4 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്താൽ പാകത്തിന് വെന്ത് കിട്ടും. ചെറുപയറിൽ ധാരാളം പ്രോട്ടീൻ, മഗ്നീഷ്യം, വൈറ്റമിൻ, മിനറൽ, ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ബാഡ് കൊളസ്ട്രോൾ കുറക്കാനും ഹാർട്ട് പ്രോബ്ലം ഹെൽത്തും ഇംപ്രൂവ് ചെയ്യാനും സാധിക്കും. ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ളതിനാൽ ഗർഭിണികൾക്കും ചെറുപയർ കഴിക്കുന്നത് നല്ലതാണ്. ഉലുവയിലാണെങ്കിൽ കൊളസ്ട്രോൾ കുറക്കാനും ഷുഗർ കൺട്രോൾ ചെയ്യാനും തലമുടി വളരാനും സ്കിന്ന് തിളക്കം കിട്ടാനും വെയിറ്റ് ലോസിനും ഒക്കെ വളരെ നല്ലതാണ്. 3-4 മിനിറ്റ് കഴിഞ്ഞ് തണുത്ത ശേഷം കുക്കർ തുറന്നു. നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇളക്കി കൊടുത്ത ശേഷം പകുതി ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് കുറച്ച് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കരപ്പൊടിക്ക് പകരം ശർക്കര പാനിയാക്കി ചേർത്ത് കൊടുത്താലും അരിച്ച് ചേർത്ത് കൊടുത്താലും മതി. ഈ ശർക്കരയിൽ കല്ലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം അരമുറി തേങ്ങ ചിരകി അതിൻ്റെ പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാലൊക്കെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാലിന് പകരം തേങ്ങ ചിരകിയതോ 2 പിടി തേങ്ങ അരച്ച് ചേർത്താലും മതി. അതല്ലെങ്കിൽ പശുവും പാല് ചേർത്ത് കൊടുത്താലും മതി. തേങ്ങാപ്പാലാണ് കൂടുതൽ നല്ലത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കുറച്ച് ചുക്കുപൊടിയും ചേർത്ത് കൊടുക്കണം. അതല്ലെങ്കിൽ കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി, കുറച്ച് കൊച്ചുള്ളിയും മുറിച്ച് മൂപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അവസാനം വേറൊരു സാധനമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇത് തിള വരുമ്പോൾ ഓഫ് ചെയ്ത് നേരത്തെ മാറ്റി വെച്ചത് അടുപ്പിൽ വെച്ച് 1/2 കപ്പ് തേങ്ങാപ്പാലും 1 നുള്ളി ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് തിള വരുന്ന സമയത്ത് വാങ്ങാം. ഇത് ഷുഗർ ഉള്ളവർക്കും മധുരം വേണ്ടാത്തവർക്കെല്ലാം ഇതേപോലെ തയ്യാറാക്കിയാൽ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെ എല്ലാവരും കർക്കിടക മാസത്തിൽ ഇതുപോലെ കഞ്ഞി ഉണ്ടാക്കി കഴിച്ച് ആരോഗ്യം നന്നാക്കുക. ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് എള്ള് വറുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് എള്ളും അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് ഇഷ്ടമാണെങ്കിൽ കുറച്ച് തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കുക. എള്ളിൽ ധാരാളം ഫൈബറും വിറ്റമിൻ ബിയും അടങ്ങിയിട്ടുണ്ട്. കൊളസ്ട്രോൾ, ഷുഗർ ഉള്ളവർക്കെല്ലാം എള്ള് കഴിക്കുന്നത് നല്ലതാണ്. ഹീമോഗ്ലോബിൻ കുറവുള്ളവർക്ക് ഹീമോഗ്ലോബിൻ കൂട്ടാൻ എള്ള് കഴിക്കുന്നത് നല്ലതാണ്. താങ്ക് യു.